Hey guys, welcome back to my YouTube channel. അപ്പോൾ പോസ്റ്റിങ്ങിന് പോകുന്ന ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുന്ന വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. പക്ഷെ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അവിടുന്ന് ഉള്ളിൽ നിന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റൂല. ഇന്നലെ ഞാൻ പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെന്താ ഡേ 7 ആയിരിക്കൂല. കാരണം ഒറ്റ ദിവസം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ കഴിയും. അതുകൊണ്ട് എന്താ കുറച്ച് ദിവസത്തെ കൂട്ടിയായിരിക്കും ചിലപ്പോൾ ഞാൻ ഇടുന്നത്. ഒന്നാമത്തേത് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, എന്നാലും നോക്കാം. പിന്നെ സ്നാപ്പിലൊക്കെ എടുത്ത് അങ്ങനെ എന്തെങ്കിലും ആക്കണം. ഇല്ല അപ്പം ഒറ്റക്കാണ് പോകുന്നത്. ബാക്കിയുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളത് ബോയ്സ് ആണ്. ബോയ്സ് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഡിപ്പാർട്ട്മെന്റിലത്തെ കുട്ടികൾ ഉണ്ടാവുമായിരിക്കണം, അറിയില്ല. ബസ്സിന് പോകണം, ഇവിടുന്ന് മെട്രോക്കോ ബസ്സിന് അങ്ങനെയൊക്കെ പോകണം. അപ്പോ എന്തായാലും ഇറങ്ങി ഡോറകൾ റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി റൂമിൽ ക്ലാസ്സിൽ പോയി. എന്തായാലും ഇപ്പം ബസ് കയറിയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ബസ് കയറിയിട്ട് കാണിക്കാം. ഞാൻ നടക്കാണ്, എല്ലാവരും നടന്നുള്ള വീഡിയോ എടുത്തതിനെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ ട്രെയിന് സമ്മതിക്കൂല. അപ്പം ബസ് കയറിയിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അപ്പം നമ്മള് എൻ്റെ സൗണ്ട് വെക്കൊന്നും അറിയില്ല. അപ്പം ഇവിടുന്ന് ദാസറാലിലെത്തി മെട്രോ സ്റ്റേഷനിൽ നേരെ ബസ്സിന് പോയില്ല. ബിക്കോസ് എനിക്ക് സ്ഥലമൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ബസ്സിന് പോയില്ല. അപ്പോൾ ഇനിയിപ്പോൾ മെട്രോക്ക് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം വന്ന മെട്രോ ആണെങ്കിൽ ഒന്ന് പോയി. ഇനിയിപ്പം അടുത്ത വരുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ പോവുകയാണെങ്കിൽ പോകുന്നല്ലാണ്ട് ഞാൻ എവിടുന്ന് അങ്ങനെ ഒറ്റക്കൊന്നും പോവാറില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. നല്ല ടെൻഷൻ ഉണ്ട്. എൻ്റെ നെഞ്ഞിങ്ങനെ ഇടി ഇടിക്കുന്നുണ്ട്. നല്ല ടെൻഷൻ ഉണ്ട്. എന്നെ പറ്റുമെന്നൊക്കെ അറിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും ഇവിടെ എത്തി. ഇനിയിപ്പം മെട്രോ വന്നിട്ട് മന്ത്രി സ്ക്വയർ ഇറങ്ങിയിട്ട് മെട്രോ ഇതൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പം എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഫോണും പിടിച്ച് നോക്കുന്നതിനെ കൊണ്ടാ പോകും. കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്തായാലും മെട്രോ വന്നിട്ട് മന്ത്രി സ്ക്വയർ എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ മന്ത്രി സ്ക്വയർ എത്തി. ഇനി നമുക്ക് എക്സിറ്റ് ചെയ്യണം. ഇവിടുന്ന് അങ്ങനെ പോവാണ്. എന്താവുമെന്ന് അറിയില്ല എനിക്ക്. എന്നാലും ഓരോരുത്തർ പോകുന്ന വഴിക്കങ്ങ് പോവാം എന്ന് വിചാരിച്ചു. നമ്മൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. ആൾക്കാരെ വീക്കിൽ നടക്കുന്നുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട് പറയാൻ. അല്ല ഇവിടെ എന്തായാലും ഇതിലെ പോയിട്ട് ഓട്ടാറ്റം വിളിക്കാം. കുറച്ച് നടക്കാനുള്ളൂ. എനിക്കറിയാൻ വന്നായിരിക്കുന്ന വഴി ഏതൊക്കെ വഴി കൂടി എല്ലാവരും പോകുന്നത് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് അതിലേ പോയി ഇറങ്ങേണ്ടി വരും. കണ്ടില്ല. പുറം ലോകം കണ്ടു ഗൈസ്. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസത്തേക്ക് വിടുമെന്നറിയില്ല. കാരണം ഇതെന്നെ ഭയങ്കര ലോങ് ഉണ്ട്. അതിൻ്റെ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമാണോ എന്ന് ഞാൻ നോക്കും. എന്നിട്ട് എനിക്ക് പറ്റുവാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ ഓട്ടോ വിളിക്കും. എന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് അറിയാമല്ലോ ഇനിയിപ്പോൾ 2 ദിവസം അല്ല ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിലൊക്കെ നടന്നിട്ട് പോകുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നോക്കാം എന്തായാലും. ഇതിലെ വേറെയാണ്. പക്ഷേ ഇതിലെ കയറുന്നില്ല. ഞാൻ നോക്കട്ടെ.
ഗൈസ് 800 മീറ്റർ ആണ് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് നല്ല ഇതാണ്, നടക്കാൻ എനിക്കൊരു ധൈര്യം തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇവരോടൊക്കെ ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഒന്ന് ഓലക്കാരനോട് ചോദിക്കട്ടെ. एक्सक्यूज मी, अपोलो हॉस्पिटल कितना है? अपोलो हॉस्पिटल कितना रुपये है? अपोलो हॉस्पिटल कौन सा एरिया? हाँ कौन सा एरिया? हाँ कौन सा एरिया? कौन सा एरिया अपोलो हॉस्पिटल? कौन सा एरिया अपोलो हॉस्पिटल? I don't know, that's why. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ 50 പോലും എന്താ ഇവിടെ നാടത്തം വരെ 800 മീറ്റർ ഉള്ളൂ. ഇത് 50 റുപ്യ കൊടുത്ത് പോകണം. അപ്പോൾ ഞാൻ ഒരു ഓട്ടോയിൽ കയറി. അങ്കിൾ സേ ഹായ്. അപ്പോൾ ഇതിൽ 30 റുപ്പീസാണ് വന്നത്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കാണാം. അയാൾക്ക് സ്ഥലം Turn right at Surrey Park Junction onto NLA Office Road, then turn right onto Surrey Park Road. സോറി Turn right onto Surrey Park Road, then turn right onto Nagappa Street. മാപ്പ് ഉണക്കി വെച്ചിട്ട് മാപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം അടുപ്പിക്കണം. അങ്ങനെ ആക്കി തന്നു. ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കുടിച്ചിട്ട് കയറാം. 5 മണിയൊക്കെ ആവും ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ചായ കുടിച്ച് കയറാം. ബൈ എഗ് ടീ ടീ. ഇതാണ് ഹോസ്പിറ്റൽ വരുന്നത്. ഇവിടുന്നാണ് ഇവിടുത്തെ അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് അല്ല സ്കർട്ട്സ്യൂട്ട് വരുന്നത്. ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. മിററൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെടി പിടിച്ച് കൊടുക്കാറുണ്ട്. ഞാൻ അതൊന്നും തുടങ്ങുന്നില്ല. എന്തായാലും ഇനി നമുക്ക് ഐസിയുലേക്ക് കയറണം. ഐസിയുലേക്ക് കയറാം. ഇനി നമ്മൾ പോകുന്നത് ഐസിയുലേക്ക് കയറാനാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്രാബ് ഞാൻ എന്താ ഇവിടെ കുത്തി വെച്ചിട്ട് തപ്പുക. ഹെയർ ഒന്ന് കെട്ടണം. പിന്നെ മാസ്കൊക്കെ ആദ്യം കിട്ടും. ഇവിടെ വേണേ എവിടെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പ്ലീസ് ഇവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് ലിഫ്റ്റ് കയറാനുണ്ട്. ഇവിടെയല്ല, അപ്പം അപ്പം ലിഫ്റ്റ് കയറാനുണ്ട്. ഇവിടെ തന്നെ. അപ്പം നമുക്ക് എവിടെ നിന്ന് നേരെ ലിഫ്റ്റ് കയറിയിട്ട് ഇവിടെ പോയാൽ നമ്മൾ MICയിലോട്ട് പോവാണ്. ഇതാണ് MICU. നീ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ MICയിലേക്ക് പോകാൻ മുടി കെട്ടണം. എന്നിട്ട് കാണാം. ഹായ് വരാം. എല്ലാവരും ഇവിടുത്തെ ഷിഫ്റ്റ് മാറിപ്പോയി. ഇവിടെ പേഷ്യൻ്റ് ഇല്ല ഗൈസ്. ഇല്ലാത്തത് കിടക്കുന്ന ബെഡ് ബോറടിക്കുന്നു. ഇപ്പം 5 മണിയായി. കാണിച്ചു തരാം, നോക്കണ്ടോ ഇവിടെ. ഇപ്പോൾ 5 മണിയായി. 5:30 ആവുമ്പം ഞാൻ പോകും. 5 മണിയിലിപ്പോൾ 5:10. ഇനി 5 മണിയാകുമ്പോൾ 5:10 5 മണിയാകുമ്പോൾ പോകും. 5:30 ആകുമ്പോൾ നമ്മൾ പോകും. ഞാൻ ഒറ്റയ്ക്ക് ഒരുപാടില്ലാത്ത ഭയങ്കര ചടപ്പാണ്. ഞാൻ കുഴപ്പമില്ല. ഇവിടുത്തെ ആർട്ടി സ്റ്റാഫില്ലേ ഒരു നൈസാണ്. മലയാളീസ് എന്ന ഭാഗ്യത്തിൽ ഒരു കക്കയും ഒരു ചേച്ചിയുണ്ട്.
രണ്ടാമത് നെക്സാണ് പറഞ്ഞൊക്കെ നല്ലോണം പറഞ്ഞൊക്കെ തരുന്നുണ്ട്. സെറ്റാണ്. ഇപ്പം 5:30 പോകണം. ഇവിടെ വെറുതെ ഇരിക്കാൻ നൈസ്. ചായ കിട്ടി. വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു. ഓ കയ്യിലായിട്ട്. നമ്മൾ മുകളിലെത്തി. ഇവിടെ അത്ര എന്തൊക്കെ വാങ്ങാനുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ജോലി എവിടെയാണ്. എനിക്കിത്തെ ജോലികളൊക്കെ പറഞ്ഞു ഫൈനലി നമ്മൾ ജോലി വണ്ടി എടുത്തിരിക്കുന്നു. ഈ വണ്ടി പോയിട്ട് വേണം നമുക്ക് പോകാൻ. സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ക്ലോസ് ഉണ്ട് ഇവിടെ. ഞാനുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ കയറണം. ഒരു മെട്രോ വന്ന് എടുത്ത് പോകണം. മെട്രോ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ചാടി പോയി കയറാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ലേഡീസ് കോച്ചിലേക്ക് പോയിട്ട് കയറാം. ഇതാണ് ലേഡീസ് കോച്ച് വരുന്നത്. ജോലിയൊന്ന് 2-3 സാധനം വാങ്ങി. എന്താ വലിയ സാധനമൊന്നുമല്ല. സോക്സ്, ലിപ്സ്റ്റിക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ സ്റ്റുഡിയോ. അതുകൊണ്ട് അങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ ടൈമിൽ പോയി പെണ്ണുങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ ടൈമിലാണെങ്കിൽ എനിക്ക് വലിയതൊന്നും ഫസ്റ്റ് വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല മാത്രമല്ല അങ്ങോട്ടേക്ക് പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പോകുന്ന ടൈമിൽ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയി കാണാണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ ടൈമിൽ ഓരോരുത്തർ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് പോലെ അത് കഴിഞ്ഞ ടൈമിൽ എന്താ കുറച്ച് ടൈം കിട്ടി. കുറച്ച് ടൈമല്ല, അപ്പോൾ ഞാൻ വെറുതെ നിൽക്കുന്ന ടൈം ഉണ്ടാവില്ലേ, എനിക്ക് പോയി കാണണ്ടാത്ത ടൈം ഉണ്ടാവില്ലേ. ഞാൻ എന്തൊക്കെ പറയണേ ആ ടൈമിലാണെങ്കിൽ ഞാൻ ഒരു കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് കയറേണ്ട ആവശ്യമില്ല. ആ പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് എനിക്ക് കയറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അന്നേരം മാത്രം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് മര്യാദയ്ക്ക് എടുക്കാൻ അതും പറ്റിയില്ല. ഇത് തന്നെ കുറച്ച് ലോങ് ആയിരിക്കും. ഞാൻ വിചാരിച്ച കുറേ ദിവസത്തെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കിട്ടുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് വലിയ ലോങ് വീഡിയോ ആക്കിയിട്ട് ഇടാം. ഇതിപ്പം ഇന്ന് ഇത്രയായിരിക്കും വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പം എന്താ ഈ വീഡിയോ ഒറ്റ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെയായിരിക്കും ഞാൻ ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ മെട്രോ വരാനായി തോന്നുന്നു. അപ്പോൾ നമ്മൾ ലേഡീസ് കോച്ചിൽ കൂടി അങ്ങ് കയറുക. ഒരു ദാസപ്പള്ളി ഇറങ്ങിയിട്ട് ഓല വിളിക്കുകയോ ഓല ബസ്സിന് പോയിട്ട് ചെയ്യണം. ആരും ഇല്ലാത്തതാണ് ഇടങ്ങാറ്. ഈ ബോയ്സ് ആരെങ്കിലും വരണ്ടേ, എന്ത് ചെയ്യാനാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടുന്ന്, പക്ഷേ അറിയില്ല പിന്നെന്താ. പിന്നല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്ന ടൈമിൽ ഞാൻ ബസ് കയറിയിട്ടില്ലേ, ഒരു ഓട്ടോ വിളിച്ച് കയറിയിട്ടില്ലേനു. ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ 50 എന്ന് പറഞ്ഞില്ലേ. വേറൊരു ചേട്ടനടുത്ത് ചോദിച്ചപ്പോൾ 30 എന്ന് പറഞ്ഞു. ആ ചേട്ടൻ്റെ ചിരിയൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല സ്വഭാവം 30 അല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നോക്കുന്നേരമില്ല. തിരിച്ചു വരുന്നേരം എനിക്ക് അവിടെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേനു. ഓരെന്നെ ഇങ്ങോട്ട് കുറച്ച് നടന്ന് ഓരോ റൂം അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്നെ അങ്ങോട്ടാക്കി തന്നതാണ്. മക്കളാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ആകെ നടക്കാനുള്ള ദൂരം 300-200 മീറ്റർ വെച്ചാണേ ഉള്ളൂ. അപ്പം ഞാനാരായി. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ആ അങ്കിളിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ താങ്ക് യു അങ്കിൾ എന്നൊക്കെ പറഞ്ഞു. വെറുതെ ആ അങ്കിളിനെ പുകറ്റിയത് വെറുതെ. സ്റ്റുഡിയോ കയറിയിട്ട് ഞാൻ മാപ്പിൽ കിസ് ഞാൻ സാധനം എടുത്ത് അതാ വന്നു. അപ്പോൾ ഞാൻ കയറാൻ വേണ്ടി പോകണേ.
ഇതെന്താ വാരൻ റൈറ്റടി ഒത്ര ആൾക്കാരായിട്ട് ഇവിടെ കറങ്ങാനുള്ളതാ. ട്രെയിൻ ടു ബസാൻ പോലെ ആക്കി ഏകദേശം. അപ്പൊ ഇനി എന്താ പറയുക, നല്ല മഴയുണ്ട്. ഓട്ടോക്ക് പോകേണ്ടി വരും. ബസ്സിന് പോകാനാണെങ്കിൽ അവിടെ പോയി നിൽക്കാൻ വേണ്ടി പറ്റില്ല. സോ ഊട്ടൂക്ക് തിന്നി പോകണം. സ്റ്റേഷനിൽ വലഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞാൽ ബെഡ് കാണുന്നില്ല. പക്ഷേ ഇനിയും ഞാൻ ഒന്നും കഴിക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടും. സോ ഞാൻ വിചാരിച്ച് ഇവിടെ ഒരു പരിപ്പ് എന്തോ വട ഇട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വട ഇട്ടാൻ വാങ്ങാം.